ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിത് 3 പാർട്സ് ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കും അറിയില്ല, കാരണം ഞാൻ റെഫറൻസ് ഇമേജ് നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ടിടത്തോളം ഇതൊരു ജലദേവതയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഇമേജിൻ്റെ ഔട്ട്ലൈനാണ് കവർ ചെയ്യണത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഔട്ട്ലൈൻ കളർ പെൻസിലുകൊണ്ട് ഞാൻ ഗ്രിഡ് ഇട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അധികവും ബ്ലൂ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും അതുപോലെ പർപ്പിൾ ഷെയ്ഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന 5 കളേഴ്സ് കൂടാതെ വേറെ പല കളേഴ്സും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രോപ്പർ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിംഗ് ഒന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മ്യൂറൽ കൈൻഡ് ഓഫ് ഒരു പെയിൻറ്റിംഗ് ആണ് ഇത്. നമ്മൾ ഏതൊരു മ്യൂറൽ പെയിൻറ്റിങ്ങും ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു ലൈനർ ബ്രഷ് അല്ലെങ്കിൽ തിൻ റൗൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ. അപ്പം ഞാനിവിടെ വെള്ളത്തിൻ്റെ പോർഷനാണ് ആദ്യം ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെയിൻറ്റിങ്ങിൽ കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്നത് ബ്ലൂ ഷെയ്ഡാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ തരം ബ്ലൂ ഷെയ്ഡുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ പോർഷൻ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഇപ്പോൾ 1-2 കളർ ബ്ലൂവോ ഉള്ളെങ്കിൽ നമുക്കതിൽ കുറച്ച് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈൻ ഒരുപാട് സമയമെടുക്കും. അത്യാവശ്യം ക്ഷമയോടെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ വെള്ളത്തിൻ്റെ പോർഷൻ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി പ്രഷ്യൻ ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്, സെറിലിയൻ ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മാഗ്നീസ് ബ്ലൂ, ടാലോ ബ്ലൂ, കോബാൾട്ട് ബ്ലൂ, അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരുവിധം ബ്ലൂ ഷെയ്ഡ്സ് എല്ലാം ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ഏതാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഏകദേശം മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈൻ വരച്ച് പൂർത്തിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചേക്കാളും വളരെയധികം സമയമെടുത്തു. വളരെയധികം ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നല്ല ക്ഷമ വേണം. നന്നായിട്ട് ക്ഷമയോടെ വരയ്ക്കാൻ കഴിയുവാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ കളറിങ് ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് ഓരോ ബ്ലൂ കളേഴ്സും ഫില്ല് ചെയ്യണമെന്നും അതുപോലെ ഈ പെയിൻറ്റിങ്ങിൻ്റെ മറ്റു പോർഷൻസിലും കളർ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്